ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളിൽ പലർക്കും സുപരിചിതമായിട്ടുള്ളതും ഒരു കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ നാട്ടുമ്പുറത്തൊക്കെ ഒരുപാട് കണ്ടിരുന്നതും എന്നാൽ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിൽ മാത്രമായിട്ട് ഒതുങ്ങിയിരിക്കുന്നതും അത്യാവശ്യം നല്ല വിലയുള്ളതുമായിട്ട് ഫ്രൂട്ടാണ്. അതാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. മലയാളത്തിൽ ഇതിനെ മുള്ളാത്ത, മുള്ളാത്തി, മുള്ളൻചക്ക, ബ്ലാത്ത, ലക്ഷ്മണപ്പഴം അങ്ങനെ കുറേ പേരുകളുണ്ട് കേട്ടോ. ഇംഗ്ലീഷിൽ ഇതിൻ്റെ പേര് സോർസോപ്പ് എന്നാണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം അനോന മ്യൂരിക്കേറ്റ എന്നാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഫ്രൂട്ടുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇരിക്കേണ്ട കാരണം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞു ഈ ഫ്രൂട്ട് നിങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങൾ പലരും കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഗുണങ്ങൾ പലർക്കും അറിയുണ്ടാവില്ല. അത്രയും വിശാലമായ ഗുണങ്ങൾ ഇതിനുണ്ട്. അപ്പോൾ ആ ഗുണങ്ങൾ അറിഞ്ഞു തുടങ്ങിയതിന് ശേഷമാണ് ഇത് ഇത്രയും വിലയുള്ളൊരു സാധനമായിട്ട് മാറിയത്. അപ്പോൾ നമുക്കിതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഈ മുള്ളാത്തയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടൊരു കാര്യമാണ് ഇതിന് ക്യാൻസർ കോശങ്ങളെ പ്രതിരോധിക്കുവാനുള്ള കഴിവുണ്ടെന്ന്. അത് ഇതിൻ്റെ വില ഇത്രയും കൂടാനുള്ള കാരണം കേട്ടോ. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ നോക്കിയതിന് ശേഷം നമുക്ക് മറ്റു ഗുണങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഈ മുള്ളാത്തയുടെ എക്സ്ട്രാക്റ്റ് എടുത്തിട്ട് പരീക്ഷണശാലയിൽ കുറേ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പരീക്ഷണങ്ങൾ പ്രകാരം ഇതിന് ലിവർ, ബ്രസ്റ്റ്, പ്രോസ്റ്റേറ്റ് എന്നിവയുടെ ക്യാൻസറിന് കാരണമായ കോശങ്ങളെ നശിപ്പിക്കാനുള്ള പ്രത്യേക കഴിവുണ്ടെന്നാണ്. അതായത് ഈ മുള്ളാത്തയിലുള്ള അസെറ്റോജെനിൻസ് എന്ന രാസവസ്തുക്കൾ ഈ ക്യാൻസർ കോശങ്ങളെ ഫൈറ്റ് ചെയ്ത് അവയെ നശിപ്പിക്കുവാനുള്ള കഴിവുള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ മറ്റു ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വേദന, സന്ധിവീക്കം, എന്താ പറയുക, ആർത്രൈറ്റിസ് പോലുള്ള രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ ഒരു പരിധിവരെ അതിന് ശമനം നൽകുവാനുള്ള കഴിവ് മുള്ളാത്തയ്ക്കുണ്ട്. അടുത്തതായിട്ട് ഇതിൽ വൈറ്റമിൻ സി ധാരാളമുണ്ട്. ഈ വൈറ്റമിൻ സി ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ അത് ദഹനത്തെ സഹായിക്കുന്നുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇതിൽ ധാരാളം ഫൈബർ ഉണ്ട്. ഈ ഫൈബറുകൾ നമ്മുടെ അന്നപഥത്തിലൂടെയുള്ള ആഹാരത്തിൻ്റെ ആ ചലനമില്ലേ, ആ ചലനത്തെ സുഗമമാക്കുകയും അതുമൂലം കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം ഒഴിവാക്കിയിട്ട് ദഹനത്തെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഈ സോർസോപ്പ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ ധാരാളം പൊട്ടാസ്യം ഉണ്ട്. ഈ പൊട്ടാസ്യം ഉള്ളതുകൊണ്ട് ഇത് രക്തക്കുഴലുകളെ വികസിക്കാൻ സഹായിക്കുകയും അങ്ങനെ രക്തസമ്മർദ്ദം കുറയുകയും ചെയ്യുന്നു. ഇനി ത്വക്കിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും മുള്ളാത്ത വളരെ നല്ലതാണ്. ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും പിന്നെ മോയ്സ്ചറൈസിങ് ഗുണങ്ങളും കാരണം ത്വക്കിൽ ഉണ്ടാകുന്ന രോഗങ്ങളായ സോറിയാസിസ്, എക്സിമ, ആക്നെ, ചുളിവുകൾ എന്നിവ തടയാനുള്ള കഴിവ് ഇതിനുള്ളതായി കണക്കാക്കപ്പെടുന്നു. ഇനി ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ ചില പഠനങ്ങൾ പ്രകാരം ഈ മുള്ളാത്ത ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയെ സ്വാധീനിക്കുന്നതായിട്ട് കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയെ സ്വാധീനിക്കുന്ന കാരണം ഇതിന് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഇനി ഇതിലെ ആൻറ്റി ഓക്സിഡൻസ്, ഫ്രീ റാഡിക്കൽസ് കാരണം നമ്മുടെ ശരീരകോശങ്ങൾക്ക് ഉണ്ടാകാവുന്ന നാശനത്തെ തടയാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വിശാലമായ ഒരുപാട് ഗുണങ്ങളുള്ള സാധനം നമ്മുടെ മുള്ളാത്ത അല്ലെങ്കിൽ സോർസോപ്പ് എന്ന് പറയുന്ന സാധനം. ഇതിൽ ഒരെണ്ണം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ നല്ല മനോഹരമായ വെളുത്ത നിറവും കറുത്ത കുരുക്കളുടെ സാധനമാണ്. ഇത് സ്പൂൺ കൊണ്ട് നമുക്കിങ്ങനെ കോരി കഴിക്കാം. ഭയങ്കര ടേസ്റ്റിയാണ്, നല്ല മധുരം ഉണ്ടാവും, അത്യാവശ്യം പുളി ഉണ്ടാവും, വല്ലാത്തൊരു ഗന്ധവുമാണ്. ഇതെല്ലാം കൂടെ കഴിക്കുമ്പോൾ ഒരു വല്ലാത്ത അനുഭവം കൂടിയാണ്. അപ്പോൾ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്തായാലും നമ്മുടെ നാട്ടിൻപുറത്തെ നമ്മുടെ സ്വന്തം ഫ്രൂട്ടായിരുന്ന മുള്ളാത്തയുടെ നിങ്ങൾക്കറിയാത്ത കുറച്ച് ഗുണങ്ങളെങ്കിലും നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ കൊണ്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.